എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഹംസമഹായോഗത്തെക്കുറിച്ചാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ യോഗത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവരും അറിയാവുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുവാനും അറിയുവാനും കഴിയും. ഏറ്റവും ശുദ്ധവും സാത്വികവുമായ യോഗമാണ് ഹംസമഹായോഗം. കാരണം വ്യാഴമാണ് ഈ യോഗത്തിൻ്റെ കാരകൻ. ഒരാളുടെ ജാതകത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുക, അതായത് കർക്കിടകൻ രാശിയിൽ നിൽക്കുക, അതല്ലെങ്കിൽ സ്വക്ഷേത്രമായ മീനൻ രാശിയിലോ ധനുരാശിയിലോ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. ആ രാശി ലഗ്നാൽ 1, 4, 7, 10 ഭാവങ്ങളിലൊന്നാണെങ്കിൽ ഈ യോഗം സംഭവിക്കുന്നു എന്നാണ്. അതായത് നമ്മളൊരു ജാതകം, ഇപ്പം ജാതകമുള്ളവർ ഈ കാലഘട്ടത്തിൽ കുറവാണ്. പക്ഷേ ജാതകം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. ഇല്ലാത്ത പക്ഷം ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അന്നേ ദിവസത്തെ ഗ്രഹനില, നമ്മുടെ ജനന സമയം കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസത്തെ ഗ്രഹനിലയും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഈ യോഗത്തിൽ ജനിച്ചവരുടെ മെയിൻ അട്രാക്ഷൻ ദേഹ സൗന്ദര്യമാണ്. ചുവന്ന തിളങ്ങുന്ന മനോഹരമായ മുഖമാണ് ഇവർക്ക്. ഉയർന്ന മനോഹരമായ മൂക്കും ശക്തിയും ഭംഗിയുമുള്ള മനോഹരമായ കാലുകളും സ്വർണ്ണ നിറത്തിന് സമാനമായ ശരീരവും ആയിരിക്കും ഇവർക്ക്. കൂടാതെ ഒരു പ്രത്യേകതയുള്ള ശബ്ദമായിരിക്കും. സൗമ്യതയും ഗാംഭീര്യവും നിറഞ്ഞ വ്യക്തിത്വവും ആയിരിക്കും. എങ്കിൽ ശാന്തനായിരിക്കും. അതായത് നമ്മൾക്ക് ഏറ്റവും ഒരാളെക്കുറിച്ച് ഇഷ്ടം തോന്നുന്ന, അല്ല കണ്ടാൽ തന്നെ ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഈ ഹംസമഹായോഗം ഉള്ളവർക്ക് സംഭവിക്കുക. സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ദാമ്പത്തിക ജീവിതവും സുന്ദരമായിരിക്കും. തൻ്റെ സൗന്ദര്യത്തിനൊത്ത സൗന്ദര്യമുള്ള ഭാര്യയായിരിക്കും. അവരൊക്കെ പറയാറില്ലേ, എന്താ രസം, രണ്ടുപേരും തുല്യ അല്ലെങ്കിൽ നല്ല ചേർച്ചയാണല്ലോ എന്ന് പറയുന്നു ആര് കണ്ടാലും. കൂടാതെ സമൂഹത്തിനും കുടുംബത്തിനും ചേർന്ന ദാമ്പത്തിക ജീവിതമായിരിക്കും ഇവർ നയിക്കുക. ശാസ്ത്ര പഠനത്തിലും വേദജ്ഞാനത്തിലും അപാര പാണ്ഡിത്യം ഉണ്ടായിരിക്കും. സത്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ആനന്ദം കാണും. പിശുക്കോ ഒന്നുമില്ല, അല്ലെങ്കിൽ ദൂർത്തടിച്ച് വെറുതെ പൈസയൊന്നും കളയില്ല. ധാർമ്മികവും സദാചാരവുമായ ജീവിതശൈലി, അതായത് തൻ്റെ ഭാര്യയെ അല്ലെ തൻ്റെ മക്കളെ കേൾക്കുവാനുള്ള ഒരു മനോഭാവവും അവരോട് എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കുവാനുള്ള മനോഭാവം ഒക്കെ ചേർന്നിണങ്ങിയ, അതായത് മാതൃകാപരമായിട്ടുള്ളൊരു ഭർത്താവ് അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ളൊരു ഭാര്യയായിരിക്കും ഈ യോഗത്തിൽ ഉള്ളവർ. അതുപോലെ തന്നെ കലാ, സംസ്കാരം, ആത്മീയത ഇവയിൽ അഭിരുചിയും ഉണ്ടായിരിക്കും. കൂടാതെ ഇവരുടെ ഒരു പ്രത്യേകത ദീർഘായുസ്സാണ്. 84 അല്ലെങ്കിൽ 85 വയസ്സോളം ജീവിതം അല്ലെങ്കിൽ ആയുസ് ഉള്ളവരുമായിരിക്കും ഈ ഹംസമഹായോഗക്കാർ. മുഖ്യമായിട്ടും ജാതകം നോക്കിയാലാണ് ഇതൊക്കെ കണ്ടെത്താൻ കഴിയുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ.